നമസ്കാരം. പ്രഗ്നൻ്റ് ആവണം എന്നുള്ളവർക്കും പ്രഗ്നൻ്റ് ആവരുത് എന്നുള്ളവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഓവുലേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, അഥവാ അണ്ടം പൊട്ടുന്ന സമയം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഫെർട്ടിലിറ്റി പീരീഡ്, അതാണ് നമ്മൾ അതിനെ പറയുക. അണ്ടം പൊട്ടുന്ന സമയത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഒരു നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള സമയം, അതാണ് ഫെർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്, ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പീരീഡ്സിൻ്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാം. പലർക്കും ഇപ്പം പ്രഗ്നൻ്റ് ആവണ്ട എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ പലപ്പോഴും വേറെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ടാകും, ഗർഭനിരോധന മാർഗ്ഗങ്ങളൊന്നും യൂസ് ചെയ്യാത്തവരുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കുക, ഒന്നുകിൽ ആ സമയത്ത് ബന്ധപ്പെടുന്നത് അവോയ്ഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക ആ സമയത്ത് എന്നുള്ളതാണ് അവർ ചെയ്യുന്ന മാർഗ്ഗം. പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ശരിക്കും നോർമലായിട്ട് പീരീഡ്സ് വരുന്നവർക്ക് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിൽ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാകാം, അല്ലെങ്കിൽ അറിവുണ്ടാകാം. പക്ഷേ ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്നവർ, അല്ലെങ്കിൽ PCODക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് ഈ ഓവുലേഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടുപേർക്കും, ഈ രണ്ട് കൂട്ടർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ ആണ്. അതായത് പ്രഗ്നൻ്റ് ആവണം എന്നുള്ളവർക്ക് ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാനും, പ്രഗ്നൻ്റ് ആവരുത് എന്നുള്ളവർക്ക് ആ ഓവുലേഷൻ കണ്ടുപിടിച്ച് ആ സമയം അവോയ്ഡ് ചെയ്യാനും പറ്റുന്ന ഒരു വീഡിയോ. അപ്പം ഇന്ന് എങ്ങനെ ഓവുലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും പീരീഡ്സിൻ്റെ ഡ്യൂറേഷൻ, അതായത് ഏറ്റവും നോർമലി ഒരു റെഗുലർ പീരീഡ്സ് വരുന്ന ഒരാളാണെങ്കിൽ പീരീഡ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ മാസം 4-ാം തീയതിയാണ് പീരീഡ്സ് ആയത്, അടുത്ത മാസം 2-ാം തീയതിയാണ് പീരീഡ്സ് ആവുക എന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡിയുടെ പീരീഡ്സിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് 28 ദിവസത്തെ സൈക്കിളാണ്. അങ്ങനെയുള്ളവർക്ക് പീരീഡ്സിൻ്റെ 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുക. അത് കഴിഞ്ഞ് ഒരു 14 ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് വരും. എന്നാൽ ഇപ്പം ഈ മാസം 4-ാം തീയതി വന്നു, അടുത്ത മാസവും 4-ാം തീയതി തന്നെ കൃത്യമായി പീരീഡ്സ് ആവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തെ സൈക്കിളാണ് അവർക്ക് വരിക. അവർക്കാണെങ്കിൽ പീരീഡ്സിൻ്റെ 16-ാമത്തെ ദിവസമായിരിക്കും അവരുടെ അണ്ടം പൊട്ടുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അടുത്ത മാസത്തെ പീരീഡ്സ് എപ്പോൾ വരും എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിന് മുന്നത്തെ ഒരു 14-ാമത്തെ ദിവസം കാൽക്കുലേറ്റ് ചെയ്താൽ ആ സമയത്തെ അറൗണ്ട് ആയിരിക്കും ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത്. അതായത് ഓവുലേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം 14 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് പീരീഡ്സ് വരിക. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു നോർമൽ സൈക്കിൾ, റെഗുലറായിട്ട് സൈക്കിൾ വരുന്ന ഒരാളുടെ കാര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഇറഗുലറായിട്ട് പീരീഡ്സ് വരുന്ന ഒരു വ്യക്തി ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് കുറച്ച് ലക്ഷണങ്ങളും കുറച്ച് വേറെ മെത്തേഡ്സും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് സെർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ്. അതായത് സെർവിക്സിൻ്റെ മ്യൂക്കസ്, താഴെ ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജിൻ്റെ അളവ്, അതിൻ്റെ നിറം, അതൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓവുലേഷൻ ടൈം ആകുമ്പോൾ സെർവിക്സിലെ മ്യൂക്കസ് എന്ന് പറയുന്നത് വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളയുടെ കളറുള്ള വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. അത് ഡിസ്ചാർജിൻ്റെ അളവ് കൂടുതലുമായിരിക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഓവുലേഷൻ ടൈമിന് പെയിൻ ഉണ്ടാകും, ചെറുതായിട്ടൊരു വയറുവേദന ഉണ്ടാകും. വളരെ കുറച്ച് സമയം മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാകുന്ന വേദനയായിരിക്കും. പിന്നെ ചിലർക്ക് ആ ഓവുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്പോട്ടിങ് ഉണ്ടാകുന്നവരുണ്ട്. അത് ചിലപ്പോൾ സ്പോട്ടിങ് ആവാം, ചിലപ്പോൾ ഒരു 1 or 2 days ഉണ്ടാകുന്ന ചെറിയൊരു ബ്ലീഡിങ്ങുമായിട്ട് വരാം. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകും. അതായത് ഓവുലേഷൻ സമയം കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത് കാരണം ബ്രസ്റ്റിൽ തൊടുമ്പോൾ വേദന, ഡ്രസ് ഇടുമ്പോൾ വേദന, ബ്രസ്റ്റ് എവിടെയെങ്കിലും തട്ടുമ്പോൾ വേദന, അങ്ങനത്തെ ബ്രസ്റ്റ് ടെൻഡർനെസ്സും കൂടുതൽ ബ്രസ്റ്റിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തൊരു പ്രത്യേക ഗ്ലോ വരും ആ സമയത്ത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ കഴിയുമ്പോൾ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടും. ആ സമയത്ത് നമ്മുടെ മുഖത്തോട്ടേക്കുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് ആ സമയത്ത് കൂടുതലായിട്ട് മുഖത്ത് ഗ്ലോ ഉണ്ടാകും. അതുപോലെ തന്നെ ആ സമയത്ത് ഇൻ്റർകോഴ്സിനുള്ള താല്പര്യവും ആ ലേഡിക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ അവരുടെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവും, കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇതെല്ലാം ആ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സപ്പോർട്ടോട് കൂടി ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് ലേഡി കൂടുതലായിട്ട് എനർജറ്റിക്കും കൂടുതലായിട്ട് കോൺഫിഡൻറ്റുമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഉണ്ടാകുന്ന ഒരു ഇതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ട് ഓവുലേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അത് എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതലുള്ള ടെമ്പറേച്ചർ, അത് നമ്മൾ രാവിലെ എണീക്കുന്നതിന് മുന്നേ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ മറ്റെന്തും വെള്ളം പോലും കുടിക്കുന്നതിന് മുന്നേ ഒരു പ്രത്യേക ടൈമിന് എല്ലാ ദിവസവും നമ്മൾ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുക. അത് ഒരു ചാർട്ടിൽ റെക്കോർഡ് ചെയ്യുക. ഡെയിലി റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഓവുലേഷൻ കഴിയുന്ന സമയത്ത് 0.5 to 1 degree Celsius നമുക്ക് ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. ബോഡി ടെമ്പറേച്ചർ കൂടും, അത് നെക്സ്റ്റ് പീരീഡ്സ് വരെ കൂടി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിട്രോസ്പെക്റ്റീവ് മെത്തേഡാണ്. അതായത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നേ ഓവുലേഷൻ നടന്നിരിക്കുന്നു എന്നുള്ള ഒരു അറിവാണ് നമുക്കവിടെ കിട്ടുക.
അതുപോലെ തന്നെ നമുക്ക് LH കിറ്റ്സ് ഉണ്ട്. അതായത് ഈ അണ്ടം പൊട്ടുന്നതിന് ഒരു 36 മണിക്കൂർ 32 മണിക്കൂർ മുന്നേ LH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ വളരെയധികം അമിതം ഉണ്ടാകും. അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് യൂറിനിൽ ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്, LH ടെസ്റ്റ് കിറ്റ്. ആ കിറ്റ് വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതല്ലാതെ നമുക്ക് ഓവുലേഷൻ ട്രാക്കിംഗ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന ആപ്സ് നമുക്ക് മൊബൈലിൽ അവൈലബിൾ ആണ്. ഇതൊന്നും അല്ല, ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് ഓവുലേഷൻ നോക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതായത് അണ്ടം പൊട്ടിയോ, അണ്ടം പൊട്ടുമ്പോൾ അവിടെ യൂട്രസിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാകും, അതുണ്ടോ എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പ്രഗ്നൻസി, അതായത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രഗ്നൻസി ഈസി ആയിട്ട് ട്രൈ ചെയ്യാനും, നേരെ മറിച്ച് പ്രഗ്നൻസി വേണ്ട എന്നുള്ളവർക്ക് കൃത്യമായി ആ ടൈം പീരീഡ് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഓവുലേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.